ഹായ് വെൽക്കം ടു ഡ്രീം സ്നാപ്സ്. ഹൗ ടു ലോഞ്ച് ആൻ ഇ-കൊമേഴ്സ് ബിസിനസ് ഇൻ 100 days എന്ന ചാലഞ്ചിൽ നമ്മൾ വീക്ക് 14 അതായത് ലാസ്റ്റ് വീക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡേ 92 ടു ഡേ 98 ആണ്. പിന്നെ 99, 99, 100 2 ദിവസം കൂടെ ബാക്കിയുള്ളൂ. സോ നമ്മുടെ ലോഞ്ച് 22 December 2025. അതിനു മുമ്പ് ഈ ജേണി ഈ ലാസ്റ്റത്തെ ഈ വീക്കിൽ ഇത് തീരുകയാണ്. സോ ഐ ആം എക്സൈറ്റഡ്. ഇതിൽ ഈ വീക്ക് വരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ, ഇത് കണ്ടവർ, ഇതിൽ ഇൻസ്പയറായി നിങ്ങൾ പിന്നീട് ഇതിൻ്റെ ഇതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്യുന്നുള്ളവർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ഹു സപ്പോർട്ടഡ് മീ. വി ആർ റെഡി, വി ആർ ഗ്രേറ്റ്ഫുൾ. ഈ വീക്ക് 14 ഗ്രാൻഡ് ലോഞ്ച് പ്രിപ്പറേഷൻ. ഈ വീക്കിൽ നമ്മൾ നമ്മുടെ ലോഞ്ചിന് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമാണ്, നമ്മുടെ ഗ്രാൻഡ് ലോഞ്ചിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളുമാണ് ചെയ്യേണ്ടത്. ഫൈനൽ ചെക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഈ വീക്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഓരോ ദിവസത്തെയും നോക്കാം. ഡേ 92 സ്റ്റൈലിംഗ് ടിപ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ഡെമോ ആണ് നമ്മൾ ഈ ചെയ്യേണ്ടത്. നമ്മുടെ പ്രോഡക്ട്സിൻ്റെ ഡെമോ, അതായത് ഇപ്പം നിങ്ങൾ ലോഞ്ച് ചെയ്യുന്ന പ്രോഡക്ട്സിനനുസരിച്ച് വേണം നമ്മൾ കാണിക്കേണ്ടത്. പ്രോഡക്ട്സിൻ്റെ ഡെമോ കാണിക്കാവുന്ന പ്രോഡക്ട്സ് ആണെങ്കിൽ ഡെമോ കാണിക്കുക. അഥവാ നമ്മൾ ഫാഷൻ പ്രോഡക്ട്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സ്റ്റൈലിംഗ് ടിപ്സ് നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുകയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് കാണിക്കണം. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അവർക്കൊരു ഐഡിയ കിട്ടണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ഡേ 93 ബ്രാൻഡ് FAQ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ ബ്രാൻഡിനെ സംബന്ധിച്ച് സ്ഥിരമായിട്ട് വരാൻ സാധ്യതയുള്ള വരുന്ന FAQs നമ്മൾ നേരത്തെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ആൻസേഴ്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അത് നമ്മുടെ വെബ്സൈറ്റിൽ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അതിൻ്റെ അകത്ത് റീലായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്കിടാവുന്നത് നമ്മുടെ പേജിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ FAQs ഒക്കെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്രാൻഡിലേക്ക് കൂടുതൽ ട്രസ്റ്റ് ആൾക്കാരിലേക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ബ്രാൻഡ് FAQ. ഡേ 94 ബിഹൈൻഡ് ദ സീൻ റിച്വൽസ്. നമ്മുടെ ബിഹൈൻഡ് ദ സീൻ കാണിക്കുന്നത് ശരിക്കുള്ള നമ്മൾ ഓരോ പ്രോഡക്റ്റ്സ് എടുക്കുമ്പോൾ പ്രോഡക്ട്സിൻ്റെ വീഡിയോ എടുക്കുമ്പോഴാട്ടെ, ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോഴാട്ടെ, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്ട്സ്, നമ്മുടെ ബിസിനസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മളൊരു റീലായിട്ടൊക്കെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് ഒരു ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും. ഒരു ഇമോഷണൽ കണക്ഷനും ഒരു ഓതൻറ്റിസിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാരിലേക്ക് കൂടുതൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും ആൾക്കാരിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനും നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഡേ 95 ഫൈനൽ ചെക്ക് ലിസ്റ്റ്. നമ്മുടെ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ചെക്ക് ലിസ്റ്റ് നമ്മൾ നോക്കുക. അതായത് പ്രോഡക്ട്സിൻ്റെ ഫോട്ടോസ് കംപ്ലീറ്റ് എല്ലാം എടുത്തിട്ടുണ്ടോ, അതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, ഇതിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ടോ, വെബ്സൈറ്റ് നമ്മൾ ഓർഡർ ചെയ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അത് ഓർഡർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, പേയ്മെൻറ്റ് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ, ഗേറ്റ് വേ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. എല്ലാം കറക്റ്റായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. 96 ഗ്രാറ്റിറ്റ്യൂഡ് പോസ്റ്റ്. നമ്മുടെ ജേർണിയിൽ ഇത്രയും നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം. ഒരു പോസ്റ്റായിട്ട് തന്നെ അത് ഇടാൻ ശ്രമിക്കുക. 97 സോഫ്റ്റ് ലോഞ്ച്. നമ്മുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ ലോഞ്ച് ചെയ്ത് നമ്മൾ 100 day ഗ്രാൻഡ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പ്രോഡക്ട്സിനെ കുറിച്ച്, നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ചുമൊക്കെ, നമ്മുടെ പുതിയ ലോഞ്ചിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു കൂപ്പണൊക്കെ ആണെങ്കിൽ നമ്മുടെ കൂടെ ഇത്രയും നമ്മുടെ ജേർണിയിൽ ഉണ്ടായിരുന്നവർക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ കൂപ്പൺ കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പ്രിവ്യൂ ചെയ്യുകയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കുക. ഒരു ലിമിറ്റഡ് പീസിൻ്റെ എന്തെങ്കിലും ഒരു പ്രോഡക്ട്സ് അവർക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് സെല് ചെയ്യാൻ ശ്രമിക്കുക. ഇൻഡിയേറ്റ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറി. നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ, അതായത് നമ്മുടെ ബിസിനസ് തുടങ്ങുന്ന മുമ്പ് ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് നമ്മൾ നിന്ന സമയത്തെ കാര്യം മുതൽ നമ്മുടെ ഇപ്പോഴത്തെ ട്രാൻസ്ഫോർമേഷൻ വരെ ആ ജേർണി നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ നോക്കുക. അത് കസ്റ്റമേഴ്സിന്, അത് നമ്മളെ കാണുന്നവർക്ക് ഒരു ഇൻസ്പിറേഷൻ നൽകുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. സോ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയുടെ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പോസ്റ്റായിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. ക്ലോസ് തന്നെ പലരിലേക്ക് എത്തിക്കാൻ, പലരിൽ ചിലപ്പോൾ നമ്മുടെ ജേർണി പലർക്കും ഒരു ഇൻസ്പയറായി അവർക്കും അവരുടെ ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നമുക്കൊരു സോഷ്യൽ ബോണ്ടിങ് കൂടെ ഉണ്ടാകുന്നതായിരിക്കും. നമുക്ക് ഡേ 99 ആൻഡ് ഡേ 100 ആണ്. ഡേ 99 നമ്മളെല്ലാം ഒന്ന് ഫൈനലൈസ് ചെയ്ത് ചെക്ക് ചെയ്യണം. എല്ലാം നമ്മുടെ ഫൈനൽ ഡേ ആണ്.
നമ്മൾ ലാസ്റ്റ് ഡേ ആയിരിക്കും അന്നത്തെ. പിന്നെ പിറ്റേ ദിവസം 100th ഡേ എന്ന് പറയുന്നത് നമ്മുടെ ലോഞ്ച് ഡേ ആണ്, നമ്മുടെ ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ്. സോ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഞാൻ തന്നെ ബെസ്റ്റ് വിഷസ് നൽകുന്നു. സോ എവരിബഡി ബൈ.